മലയാള സിനിമയിലെ ഏതൊരു നടിയുടെ അടുത്തോ നടന്റെ അടുത്തോ ആരൊക്കെ ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ കണ്ണുടച്ച് ആദ്യം പറയുന്ന ഒരു പേരുണ്ട്. ഭാവന. ആ കേട്ടില്ലേ, തന്നെ അതെ, തൃശ്ശൂർക്കാരി കാർത്തിക മേനൻ, മലയാളത്തിന്റെ സ്വന്തം ഭാവന. വെൽക്കം ടു റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ് ഭാവന. താങ്ക് യു. ഇനി ചോദിക്കട്ടെ, എന്താ ഭാവന എന്റെ കുട്ടൻസ് ഇത്രയും പേരെ ചാക്കിലാക്കാനായിട്ട്? ഞാൻ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരാളാണ്, എസ്പെഷ്യലി ഗേൾസിന്റെ അടുത്തൊക്കെ. എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് സംസാരിക്കാനും ഒക്കെ. അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കാം. ഐ ഡു ഹാവ് സം ഗുഡ് ഫ്രണ്ട്സ് ഇൻ ദ ഇൻഡസ്ട്രി. ശരി, എല്ലാരും ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. ഭാവനയുടെ അടുത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? ഓക്കെ, എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ രമ്യ നമ്പീഷൻ, പിന്നെ ശില്പ മൃദുല. ശില്പ ടു മീഡിയ ആക്ട്രസ് അല്ല, മൃദുല ആക്ട്രസ് ആണ്. പിന്നെ കുറെ പേരുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ രാധിക, അതുപോലെ ഷഫ്ന, സിംഗർ സൈനോറ, അങ്ങനെ കുറെ പേരുണ്ട്. അങ്ങനെ കുറെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അവരവരൊക്കെ വിട്ടു. പിന്നെ ശ്രദ്ധ, അങ്ങനെ കുറെ പേര് വിട്ടുപോയ അതും പ്രശ്നം. അതെ, വിട്ടുപോയി കഴിഞ്ഞാൽ നീ എന്താ പറയാറുന്നേ ചോദിക്കാം. ശരി, അല്ല ചോദിക്കട്ടെ, ഇത് എങ്ങടെ ഈ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? കാരണം 2015 ഇവിടെ കഴിഞ്ഞതിന് ശേഷം എവിടെയായിരുന്നു? ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ കുറെ സിനിമകൾ വലിച്ചു വാരി ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കാനുള്ളൊരു മൂഡും ഇല്ല. അങ്ങനെ ഒരിക്കലും വിട്ട് കളയരുത്, ഇതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സ്ക്രിപ്റ്റ്സും ഇല്ല. സോ വരുന്നതിൽ നിന്ന് ഒരു 2 monthsലൊക്കെ ചിലപ്പോൾ ഒരു 10-12 ചിലപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം ഞാൻ അതൊന്നും എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊന്നും ഒന്നും എടുക്കുന്നുണ്ടാവില്ല. സോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ്, എന്റെ ഡേറ്റ്സ് ഓക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്റെ ഒരു സാലറി ഓക്കെ ആയിട്ട്, അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നതേ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഓക്കെ ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ട് വന്നതാണ് ഇന്ന് ഹലോ നമസ്തേ ആയിട്ട് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടേക്ക് ശേഷം റിലീസ് ഹലോ നമസ്തേയാണ്. അതെ, അതിനിടയ്ക്ക് 2 കൂടി ഫിലിം ചെയ്യണ്ടല്ലേ ഇപ്പൊ? ഇല്ല, ഞാൻ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്നുള്ള മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ആസിഫ് അലി. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് മലയാളത്തിൽ 1-2 മൂവീസ് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു, പക്ഷെ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയൊക്കെ. ഈ സിനിമയില് ഹലോ നമസ്തേല് ഒരു ഉഗ്രൻ ബേക്കർ ആയിട്ടാണ് ഭാവന വന്നിരിക്കുന്നത്. സത്യം അറിയൂ, ജീവിതത്തിൽ അടുക്കള കയറാറുണ്ട്? ഇല്ല, എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് പറയാം, ഞാൻ അതുണ്ടാക്കും ഇതുണ്ടാക്കും അങ്ങനെ ഇങ്ങനെ. പക്ഷെ വേണ്ട, ഞാൻ വെറുതെ നുണ പറയുന്നില്ല. എനിക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യം ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, എല്ലാവർക്കും കുക്കിംഗ് അറിയില്ലെങ്കിലും ബേക്കിംഗ് അറിയാം. എല്ലാവർക്കും ഫേസ്ബുക്കിലൊക്കെ എന്തുമാത്രം പേജസ്. അതെ 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 അതെ. അപ്പൊ ആ രീതിയിൽ ബേക്കിങ്ങിനോടോ ഇത് സിനിമ ചെയ്തതിനു ശേഷം ഒരു ഇൻട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല. ഇല്ല, എങ്ങനെ ചോദിച്ചാലും ഇല്ല. ഇല്ല. ഒന്നാമത് എനിക്ക് സ്വീറ്റ്സ് അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കേക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ അഥവാ എനിക്ക് അങ്ങനെ ഒരു ക്രേവിംഗ് കേക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പോയി വാങ്ങിച്ചൊരു കുഞ്ഞി പീസ് കഴിക്കുക. ശരി, ചോദിക്കട്ടെ, എന്താ ഏറ്റവും ഫേവറേറ്റ് കഴിക്കാനായിട്ട്? സദ്യ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള. എനിക്ക് വെജിറ്റേറിയൻ ഫുഡിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോൾ ചോദിക്കുകയാണെങ്കിലും കഴിക്കാൻ തോന്നുന്ന ഫുഡ് ഉണ്ട്, എനിക്ക് വല്ല ചിപ്സ് ആയിരിക്കും. എനിക്ക് കുറച്ച് ഓയിൽ ഫ്രൈഡ് ഫുഡിനോട് കൂടുതൽ ഇഷ്ടമായി. കായ വറുത്തത്, കൊള്ളി വറുത്തത്. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ, ആളിരിക്കുന്നത് അതുപോലെയാണ്. ശില്പം കടഞ്ഞെടുക്കില്ല. അങ്ങനെയൊന്നുമല്ല, ഞാൻ അത്യാവശ്യം ഡയറ്റ് നോക്കും. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഫുഡ് വന്നാൽ കൺട്രോൾ തീരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഡ്രൈവ് ചെയ്യോ? ഞാൻ അങ്ങനെ ഒരു ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവർ അല്ല. എനിക്കിപ്പോ നമ്മുടെ ഈ റോഡിലേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോണ വഴി ഒരു 30 പേരെ ഇടിച്ചിട്ടുണ്ടാവും. എന്തൊരു ആത്മവിശ്വാസം. ഡ്രൈവ് ചെയ്തത് മുഴുവൻ മൂവീസിന് വേണ്ടിയിട്ടാണ്. മൂവീസിന് വേണ്ടി ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. എല്ലാവരും റോഡൊക്കെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓടിക്കാൻ കുഴപ്പമില്ല. ഇത് ഇറങ്ങുമ്പോ മറ്റേ KSRTC ബസ്സും കുറെ പശുവും കുറെ പട്ടിയും കുറെ 2 വീലേഴ്സും ഓട്ടോറിക്ഷ ഒക്കെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ ഇടിക്കുന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. അതെ അതെ. സോ അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കാറില്ല. അപ്പൊ കൊച്ചിയിലൂടെ വണ്ടി ഓടിക്കലും ജന്മത്ത് നടക്കൂല? ഒരിക്കലും നടക്കില്ല. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നുള്ളത് പഴഞ്ചൊല്ല്. ഇനി വേണമെങ്കിൽ സിനിമ ചക്കയിലും കായ്ക്കുന്നു കാണിച്ചെന്ന സിനിമയാണ് ഹലോ നമസ്തേ. ഭാവന, ഇനി ഞാൻ പറയുന്ന ടോപ്പിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വീടിന്റെ അതിർത്തിയിൽ ഒരു പ്ലാവ് വളർന്നാൽ അവിടെ അടിവെക്കാൻ സാധ്യതയുണ്ട്. ഒരു ഖണ്ഡികയിൽ കവി അത് ഉപന്യസിക്കൂ. പരീക്ഷാകാലാണല്ലോ. അയ്യോ, അത് ഞാൻ ഉപന്യാസം എഴുതണോ? അത് ആൾക്കാരുടെ അടുത്ത് ഹലോ നമസ്തേ പോയി കാണാൻ പറഞ്ഞാൽ മതി, അവർക്ക് 5 വാക്യത്തിൽ കവിയാതെ ഉപന്യാസം എഴുതുക. എങ്ങനെയാണ് ഒരു മരം ഒരു 2 വീടിന്റെ അതിർത്തിയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവണം? ഇതൊക്കെ തന്നെയായിരിക്കും. മറ്റേ ഇല വീഴുക, അപ്പുറത്തേക്ക് ചക്ക അളിഞ്ഞു വീഴുക, പിന്നെ ചക്ക കുരു വീഴുക, കിളികൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, അത് ഇതൊക്കെയാണ്. കുറച്ച് നാട്ടും പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ നടന്നാണല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നടന്നാണല്ലോ. ഇവിടെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. അങ്ങനെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് സൗണ്ട് വരുന്നു. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടിട്ട് ഇതിപ്പോ അപ്പുറത്ത് നടന്ന പോലെ ഉണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ അത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നടന്നതുകൊണ്ടായിരിക്കും. ഈ പ്ലാവ് എന്റെ വീട്ടിലെ പ്ലാവ് തന്നെ. അതെ 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 അതെ, സത്യം. ഇതിപ്പോ നമ്മുടെ വീട്ടിലാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഭാവനയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല? ഒരു വഴക്കാളിമാരുണ്ടായിട്ടില്ല വീട്ടിലൊന്നും? നല്ല അയൽക്കാരുണ്ടാവാന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യമാണല്ലോ. ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ നല്ല അയൽക്കാർ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അഥവാ അങ്ങനെ ഒരു അതിർത്തി
അതിർത്തിയിൽ അങ്ങനെ ഒരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ ഭാവനയായിട്ട് അടി ഉണ്ടാക്കുവോ? ഇല്ല, ഞാൻ അങ്ങനെ അടി ഉണ്ടാക്കും തോന്നുന്നില്ല. അവര് പറയുന്ന കാര്യം ന്യായമാണെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കാം. അല്ലാതെ വെറുതെ വന്നിട്ട് ഈ മരം വെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോയി പണി നോക്കാൻ പറയും. ഇപ്പം എത്ര വർഷം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? 13 13 years ആയി. ഈ 13 വർഷം കൊണ്ട് ഭാവന ആക്ടിംഗിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവല്ലോ. ആക്ടിംഗിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. പറയാം, വിശ്വസിക്കാം. പറഞ്ഞോ? ശരി, ഇനി ഭാവനയ്ക്ക് ഭാവനയെ തന്നെ വിലയിരുത്താനുള്ള ഒരു അവസരം ഞാൻ അങ്ങോട്ട് തരാം. ഭാവന ആസ് എൻ ആക്ട്രസ്. അത് ഐ തിങ്ക് അത് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഓഡിയൻസും പറയണം. അല്ലാതെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എന്നെ പറ്റി എന്ത് വേണമെങ്കിൽ പുകഴ്ത്തി പറയാം. ഞാൻ ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു എന്നൊക്കെ. ഞാൻ അഹങ്കാരം പറയാനുള്ള ഒരു ചാൻസ് അങ്ങോട്ട് തരാം. എനിക്ക് ഒരിക്കലും എന്റെ ഒരു സിനിമ കണ്ടിട്ടോ എന്റെ അമ്മ ഞാൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് അടിപൊളിയായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്, അതെ, അത് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് എന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ഇത് എന്ത് സൗണ്ടാണെന്ന് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും. പക്ഷെ എനിക്ക് അതായത് സിനിമേനെ പറ്റി നന്നായി അറിയാവുന്ന ആൾക്കാർ അവര് വിളിച്ചിട്ട് ഭാവന ഇന്ന സിനിമയിൽ നീ നന്നായിരുന്നു എന്ന് പറയുമ്പോ ഐ നോ, ഓക്കെ, ഞാൻ എന്തോ നല്ലത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇരുന്ന് വിലയിരുത്തുമ്പോ എപ്പോഴും എനിക്ക് ഭയങ്കര കുറവ് മാർക്കാണ്. ഞാൻ എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. എനിക്കൊരു സിനിമ കാണുമ്പോൾ ഞാൻ എന്റെ സിനിമയാണെങ്കിൽ എന്നെ ഒഴികെ ബാക്കി എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും കാണാൻ നല്ല ഭംഗി, ഞാൻ മാത്രം കൊള്ളൂല, എല്ലാവരും നന്നായി അഭിനയിച്ചു, അയ്യോ ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനെയാണ് എനിക്ക് തോന്നുക. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ പടം കണ്ട് എന്റെ പെർഫോമൻസ് കണ്ട് ഇങ്ങനെ അന്തം വിട്ടിരുന്നിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ആൾക്കാർ സിനിമേനെ പറ്റി നന്നായി അറിയാവുന്ന കുറെ നല്ല ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ നല്ല ആക്ടേഴ്സോ നീ ആ പടത്തിൽ അസലായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഐ ഫീൽ ഗുഡ്, ഓക്കെ, അപ്പൊ ഞാൻ കുഴപ്പമില്ല ഇതിങ്ങനെ തോന്നും. ഹലോ നമസ്തേ കണ്ടിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കേക്കട്ടെ. ഹലോ നമസ്തേൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഇല്ല. പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കാരണം ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെ, മേ ബി ഞാൻ വഴക്കിടുമ്പോ അമ്മ പറയോ ഭയങ്കര ജീവിതമാണല്ലോ, അതിന്റെ ജീവിതകഥയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഹലോ നമസ്തേ കണ്ടിട്ട് ഇതൊക്കെ തന്നെ എന്നെ തോള് തട്ടി അഭിനന്ദിക്കാൻ മാത്രമുള്ള ഒരു ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങളൊന്നും ആ സിനിമയിലില്ല. അതൊരു കൊച്ചു സിനിമയാണ്. അതിലുള്ള സീൻസ് നമ്മൾ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെ ഹ്യൂമർ ചെയ്യാനാണോ അതോ ഇന്റിമേറ്റ് സീൻ ചെയ്യാനാണോ ഇമോഷണൽ സീൻ ചെയ്യാനാണോ ഏതിലാ കൂടുതൽ കംഫർട്ടബിൾ അവര്? അങ്ങനെ ചോദിച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇമോഷണൽ സീൻ ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ അത് കറക്റ്റായിട്ട് ആ ഒരു വിഷമം ഉള്ളിൽ ഫീൽ ചെയ്താലേ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലെ നമ്മൾ വെറുതെ ഇരുന്ന് ഉണ്ടാക്കി കരഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അയ്യ എന്ത് കാണിക്കുന്നതെന്ന്. ഈവൻ അത് കോമഡി ആണെങ്കിലും നമ്മൾ ചെയ്തതിന് ആൾക്കാർ ചിരിച്ചില്ലെങ്കിൽ അത് അവിടെ നമ്മുടെ ഫെയിലിയർ ആണ്. പിന്നെ ഇന്റിമസി ആണെങ്കിലും ആൾക്കാർ തിയേറ്ററിൽ കാണുമ്പോൾ അതിനകത്തിപ്പോ ഞാനും ഒരു ഹീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഒരു ഇന്റിമേസിന് അതൊരു ഹഗ്ഗിങ് ആണെങ്കിലും ശരി, ഒരു കിസ്സിങ് ആണെങ്കിലും ശരി, നമ്മൾ ചെയ്യുന്നത് ഇതൊരു 100-150 ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അത് ആക്ഷൻ പറയുമ്പോൾ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ ബെഡ്റൂമിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി ക്യാമറ ഒളിച്ചു വെച്ചിട്ടല്ല ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ആക്ഷൻ പറയണു 150 പേര് നോക്കിയിരിക്കണതിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കെട്ടിപ്പിടിക്കേണ്ടതൊക്കെ. അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഒരു എന്താ പറയാ ചമ്മലും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോഴും ഉണ്ടോ ഈ 3 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷവും? നമുക്കറിയാലോ ഒരു ആക്ടിംഗ് ആണെന്ന്. പിന്നെ അതെ, അങ്ങനെയല്ല. സിനിമ ക്രൂ മാത്രം അല്ലെങ്കിൽ നമുക്കറിയാം, ഓക്കെ കുഴപ്പമില്ല. പക്ഷെ പുറമേ നിന്നുള്ള ആൾക്കാരുണ്ടാവില്ലേ, കാണാൻ വരുന്ന ആൾക്കാർ, അവർക്ക് ഇതൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ അവര് ചിലപ്പോ എന്തെങ്കിലും വല്ല കമന്റ് പറയാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ആകെ ഇങ്ങനെ നമുക്ക് ആ ഒരു കംഫർട്ട് ലെവൽ ഫീൽ ചെയ്യില്ല. എല്ലാത്തിലും കംഫർട്ട് ലെവലും ഉണ്ട്, കുറച്ച് എവിടെയൊക്കെ ഒരു അൺകംഫർട്ട് ലെവലും ഉണ്ട്. സിനിമയില് ഭാവന അഭിനയിക്കാണോ അതോ ബിഹേവ് ചെയ്യണോ ചേട്ടാ? ബിഹേവ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇത് ഞാൻ അറിയാതെ അഭിനയിച്ചു പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആയിക്കോട്ടെ, ഇപ്പൊ ഞാനൊരു സിറ്റുവേഷൻ തരാം. അതില് ഭാവന എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയണം കേട്ടോ. കള്ളത്തിലൊന്നും കാണിക്കരുത്. ഞാൻ കേട്ടോ ഭാവന അഭിനയിക്കരുത്, ബിഹേവ് ചെയ്യാൻ വേണ്ടത് നമ്മൾ സത്യസന്ധമായിട്ട്. സിറ്റുവേഷൻ നമ്പർ 1. ഹലോ നമസ്തേല അഭിനയത്തിന് മിയയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ഭാവനയ്ക്ക് സപ്പോർട്ടിംഗ് റോളിലുള്ള അവാർഡാണ് കിട്ടിയത്. അപ്പം ഈ അവാർഡ് നൈറ്റിന്റെ ഗ്രീൻ റൂം ഉണ്ടാവല്ലോ, ഗ്രീൻ റൂമില് ഭാവന നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെന്നു, നിങ്ങൾ രണ്ടുപേരും ടച്ചപ്പ് ചെയ്യണ സമയത്ത് ഭാവന നോക്കുമ്പോൾ മിററിലൂടെ മിയനെ കാണാം. മിയ അപ്പുറത്തുനിന്ന് ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുക. ഡയലോഗ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ അവാർഡ് വരുമ്പോ ഷാറുഖ് ഖാൻ അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ അവാർഡ് കൊടുക്കുമ്പോ എന്തൊക്കെ പറയണം എന്നുള്ള പുള്ളിക്കാരി അവിടെ നിന്ന് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഭാവനയുടെ അവസ്ഥയൊന്നുമല്ല. ഞാൻ പോയി ചോദിക്കാടി നീ എന്ത് ചെയ്തിട്ടാണ് നിനക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയെന്ന് ചോദിക്കും ഞാൻ ചിലപ്പോ. കാരണം അതിപ്പോ എനിക്കാണെങ്കിലും മിയക്കാണെങ്കിലും ഈ പടത്തിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടാനുള്ള ഒന്നുമില്ല. അതിപ്പോ മിയക്കാണെങ്കിലും മിയയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. കാരണം അവൾ എന്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ഞാൻ പറയും സത്യമായിട്ട് നിനക്ക് എങ്ങനെയത് കിട്ടിയെന്ന് ചോദിക്കും. ശരി, അതേ അവാർഡ് നൈറ്റില് ഭാവന ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്, എല്ലാരും ഇരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഭാവന ഇരിക്കുന്നുണ്ട്. അപ്പൊ ഭാവനയുടെ ഒരു കട്ട ഫാൻ ബൗൺസേഴ്സിന്റെയും എല്ലാരെയും കണ്ടുവെട്ടിച്ച് ഫ്രണ്ടിൽ വന്നിട്ട് ഭാവനയ്ക്ക് ഒരു ഹാൻഡ് ഷേക്ക് തന്നാൽ മതി, എന്നിട്ട് ഭാവനയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ മതി. ഇത് കാണുമ്പോഴേക്കും ബൗൺസേഴ്സും എല്ലാരും കൂടി വന്നിട്ട് ഈ മനുഷ്യനെ പിടിച്ചു വലിച്ചോണ്ട് പോവാ. ഇത് കാണുമ്പോ ഭാവന എന്താ ചെയ്യാ? ഭാവന രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. ഇല്ല, ഒരാൾ വന്നിട്ടൊരു ഹാൻഡ് ഷേക്ക് തന്നാൽ ഒരു ഫോട്ടോ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഒരു 100-200 പേര് ഒരുമിച്ച് വന്നാലേ ഞാൻ ഓടുള്ളൂ. അയ്യോ, അതെ, ഒരാൾ വന്നാലും
അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എത്ര പേർക്ക് ഞാൻ ഫോട്ടോസ് കൊടുക്കാറുണ്ട്, ഹാൻഡ് ഷേക്ക് കൊടുക്കാറുണ്ട്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരാൾ വന്നാലും കുഴപ്പമില്ല. കുറെ ക്രൗഡിനകത്തേക്ക് പോകാനാണ് ബുദ്ധിമുട്ട്. അപ്പം ഭാവനയുടെ മുഖം മാത്രമാണല്ലോ സ്ക്രീനിൽ കാണിക്കുക. അങ്ങനെ നോക്കുമ്പോ ഭാവന എന്താ ചെയ്യണേ നോക്ക് എന്നുള്ള ആ രീതിയിലൊക്കെ സെൽഫി എടുക്കാൻ സംഭവിക്കും. ഓ ഡെഫിനറ്റ്ലി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. ഒരു ബൗൺസർ ആരുമില്ലാതെ വെറുതെ റോഡ് കൂടെ ഒരാൾ വന്നിട്ട് ഭാവന ചേച്ചി ഒരു സെൽഫി എടുക്കട്ടെ പറഞ്ഞാൽ ഞാൻ നിന്ന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ശരി, വീണ്ടും അതേ അവാർഡ് നൈറ്റിന് ഭാവനയ്ക്ക് ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട്. പക്ഷെ ഭാവനയുടെ മേക്കപ്പ് ഒരു 2 ലെയർ കൂടി പോയി. ഇതിപ്പോ ഈ നടന്ന എന്തൊക്കെയോ അവാർഡ് നൈറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശികം മാത്രം. 2 ലെയർ കൂടി പോയി, പോട്ടെ ഒരു 3 ലെയർ കൂടി പോയി. അപ്പൊ ഭാവനയ്ക്ക് അത് മനസ്സിലായി ഇത്തിരി കൂടി പോയി എന്നുള്ളത്. ഒരു 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് സ്റ്റേജിൽ കയറണം. എങ്ങനെ ഭാവന റിയാക്ട് ചെയ്യുക? അത് കഴുകി കളയോ അതോ ഇനി വരാൻ പോകുന്ന ട്രോളുകളെ കുറിച്ച് ആലോചിച്ച് വെള്ളം കുടിക്കോ? ഇല്ല, ഞാൻ സംഭവിക്കാം അറിയാതെ കൂടി പോയെങ്കിൽ ഞാൻ കണ്ണാടി നോക്കി എനിക്കത് തോന്നിയത് ഭയങ്കര കോമഡി ആണെന്ന് തോന്നിയാല് ഞാൻ സത്യമായിട്ടും പോയി ആ സംഘാടകരുടെ അടുത്ത് പറയും, ചേട്ടാ എന്റെ ഈ പെർഫോമൻസ് ഒരു 2-3 ഇതും കൂടി കഴിഞ്ഞിട്ട് വെക്കണം, എനിക്ക് കുറച്ച് മേക്കപ്പ് കറക്ഷൻസ് ഉണ്ട്. ഞാൻ തുടക്കും അവിടെ ഇരുന്ന്. അല്ലാതെ എന്താ ചെയ്യുക? വരുന്ന ട്രോളുകളെയാണ് ഇപ്പൊ പേടി. അതിന്റെയും കൂടിയല്ല, നമുക്ക് നമ്മളെ പബ്ലിക് ഇതിൽ വരുമ്പോ നന്നായി കാണണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി എന്റെ ഒരു അവാർഡ് നൈറ്റ് ആണ്, നമുക്ക് പോയിട്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി മാറ്റി തരാം. അവർ 2-3 അവാർഡ് കൂടി കഴിഞ്ഞിട്ട് എന്റെ പെർഫോമൻസ് മതിട്ടോ എന്ന് പറയും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തുടക്കും. അതെ. അതെ. അപ്പോഴേ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധിക്ക്, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോഴേ പക്ഷേ ഹലോ നമസ്തേല് ഭാവൻ ഒരു രോഗിയായിട്ടാണ് അഭിനയിക്കണെന്ന് പറഞ്ഞാൽ അനുകൂലിക്കോ നിഷേധിക്കോ? രോഗി ആലോചിച്ചിട്ട് വേണം പറയാൻ. ചെറിയ ഒരു രോഗമുണ്ട്. എന്താ രോഗത്തിന്റെ പേര്? അത് OCD ആണ്. എന്ന് വെച്ചാ എടുത്ത സ്ഥലത്ത് വെക്കണം, പിന്നെ അവിടെ ചളി കാണാൻ പാടില്ല. OCD ഫുൾ ഫോം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതന്നെ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണ് ഭാവനയ്ക്ക് ഈ OCD കുറച്ച് അധികമായിട്ട് തോന്നിയിട്ടുള്ളത്? ഒരു ഇതുണ്ട്. എനിക്ക് ഇപ്പൊ നമ്മള് ജ്യൂസ് എങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോ കിട്ടില്ലേ, അതിനുള്ളിലേക്ക് ഞാൻ നോക്കും അതിനുള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടോ എന്നൊക്കെ. ഉണ്ടെങ്കിൽ ഞാൻ അത് കളയും. അതെപ്പോഴും ഞാൻ നോക്കാറുണ്ട്. ഈ എടുക്കുന്ന പ്ലേറ്റ് ഈ മറ്റേ ഗ്ലാസ് ഒക്കെ വൃത്തിയുണ്ടോ, സ്ട്രോ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നോക്കും അതിനുള്ളിൽ. അത് ഞാൻ അറിയാതെ തന്നെ വരും. ശരി, ഭാവന ഒരു സ്പിൻസ്റ്റർ ആണല്ലോ. സാറിന് ഈ സ്പിൻസ്റ്റേഴ്സിനെയും ബാച്ചുലേഴ്സിനെയും കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയാണ് അവർ മുറി വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. ഇപ്പോ ഭാവന ഈ റേഡിയോ മാംഗോ സ്പോട്ടിലുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ മുറിയുടെ കോലം എന്താന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാം. എന്റെ മുറി നന്നായിട്ടിരിക്കും. കാരണം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇത് എന്താടി ഇത് നിന്റെ മുറി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. കാരണം എന്റെ മുറി അങ്ങനെ ചറ പറന്ന് ഇട്ടിട്ട് ആരും കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ തന്നെ എല്ലാം എന്റെ തുണിയൊക്കെ ഞാൻ തന്നെ മടക്കി വെക്കും, സാധനങ്ങൾ അവിടെ തന്നെ വെക്കണം. അങ്ങനെയൊക്കെ കുറച്ച് എനിക്കുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞടി ഇവളുടെ മുറി കണ്ടോ നീന്ന് ചോദിക്കും. അതിൽ ഞാൻ ഇത്തിരി ഒരു പ്രൗഡാണ്. എന്റെ മുറി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാ. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ മുറിയുടെ കോലം എന്ന് പറഞ്ഞ എന്ത് കളർ പെയിന്റ്, ബെഡിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഡ്രസ്സുകൾ? എന്റെ ബെഡിൽ എന്തായാലും ബെഡ്ഷീറ്റും പില്ലോസും എന്റെ ഒരു ക്വിൽട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പെയിന്റ് ഒരു ലൈറ്റ് പിങ്ക് ആണ്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളിൽ എന്തൊക്കെ അലുകുലുത്ത സാധനങ്ങളുണ്ട്? ഇല്ല, ഡ്രസ്സിംഗ് ടേബിളും അങ്ങനെ അലുക്കുലുത്തുകളൊന്നും ഇല്ല. എന്റെ എല്ലാ കാര്യങ്ങളും ഓരോ കബേർഡിന്റെ ഒക്കെ അകത്തകത്തായിരിക്കും. ഒന്നും ഇങ്ങനെ പരത്തി വെക്കില്ല. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നത്, ഈ വീട്ടിൽ നിങ്ങൾ താമസമൊന്നും ഇല്ലേന്ന് ചോദിച്ചത്. കാരണം ഒന്നും അങ്ങനെ പുറത്ത് പരത്തിയിടാറില്ല, ഒക്കെ അകത്തെടുത്ത് വെക്കായിരിക്കും. ആരെ വൃത്തിയാക്കണം? അപ്പൊ എന്റെ മുറിയൊക്കെ കുറെയൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കാറുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ്. ചില സമയത്ത് എനിക്കൊരു ഇത് കയറി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫുൾ എന്റെ ഷൂറാക്കൊക്കെ വൃത്തിയാക്കും. ചില സമയത്ത് ഞാൻ ഫുൾ ക്ലീൻ ചെയ്യും. OCD ഉള്ളവരെ കണ്ടിട്ടുണ്ടോ? അത്രയ്ക്ക് ഉള്ള ഒരു എക്സ്ട്രീം ആളെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. പക്ഷെ 29 വയസ്സായ ഒരു സ്പിൻസ്റ്ററിന്റെ മുറിയുടെ കോലാണ് ഇപ്പൊ പറഞ്ഞെന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസം. അപ്പൊ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വേണമെങ്കിൽ ഒരു OCD കാരെയൊക്കെ ആവട്ടെ. മലയാള സിനിമയിൽ OCD ഉള്ള ആളാരാ? എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. കാരണം OCD ആയിട്ട് കാര്യമില്ല ഷൂട്ടിങ്ങിന്. നമ്മൾ ഓടിപ്പോയിട്ട് ചളിയിൽ വീഴാൻ പറഞ്ഞാൽ നമ്മൾ ചളിയിൽ വീഴ, എനിക്ക് OCD ആണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അങ്ങനെ ഞാനൊരു OCD ഭയങ്കരമായിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ സ്ട്രോയിലൂടെ ഓളി കണ്ടിട്ട് നോക്കുന്നുണ്ട് നമ്മൾ തന്നെ. അത് ചില ആൾക്കാരുണ്ട്. അതെ. ശരി, ഭാവനയെ കുറിച്ച് പൊതുവെ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു കേട്ടുള്ള ഭയങ്കര ഫാഷൻ സെൻസ് ഉള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഭാവനന് പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. മലയാള സിനിമയില് ഡ്രസ് സെൻസിന്റെ കാര്യത്തില് ഒരു പുലി ഒരു എലി. അതായത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഉദ്ദേശിക്കുന്നത്? ആരെ വേണമെങ്കിലും പറയാം. നന്നായിട്ട് എവിടെ പോയാലും നല്ല ഡ്രസ്സിംഗ് സെൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാള് ഓഫ്കോഴ്സ് മമ്മൂക്ക. എവിടെ ചെന്നാലും അങ്ങനെ വലിയ മാറ്റങ്ങൾ, തീരെ മോശമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഓ ദൈവമേ, എന്റെ ഫ്രണ്ട്സിനോട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പടപടയെന്ന് കുറെ പേരെ പേര് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഇങ്ങനെയാവുമ്പോ ഞാൻ ആകെ ഒന്ന് പിടിക്കണം. എനിക്ക് തന്നെ അറിയണം, എല്ലാവരും എന്നെ പറയാം. പിന്നെ അവരൊക്കെ നമുക്ക് സോപ്പിട്ട് ഇതാക്കാലോ. എലി തീരെ ഇല്ലാത്ത ഒരാളെ എനിക്കറിയില്ല. കാരണം അവരെല്ലാവരും ഒരു വിധം നന്നായിട്ടൊക്കെ ഡ്രസ് ചെയ്തിട്ട് തന്നെയാ. എന്റെ മുഖത്തോട്ട് നോക്കണില്ല പറയുമ്പോ.
എനിക്കറിയില്ല. ശരി, കന്നഡ സിനിമയില് ഭാവനയുടെ പ്രതിഫലം കോടിയിലാണോ ലക്ഷത്തിലാണോ? ശരി, ലക്ഷം. പാരവെപ്പ് കൂടുതൽ മലയാള സിനിമയിലാണോ കന്നഡ സിനിമയിലാണോ? മലയാളം. സുന്ദരന്മാരായ നായകന്മാർ കൂടുതൽ മലയാള സിനിമയിലാണോ കന്നഡ സിനിമയിലാണോ? മലയാളം. ശരി, അഭിനയിക്കാൻ അറിയുന്ന നായകന്മാര് മലയാളത്തിലാണോ കന്നഡയിലാണോ? മലയാളം. ഭാവനയുടെ റെമ്യൂണറേഷൻ ഇനി നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ നോക്കാം. ഇൻഡസ്ട്രി എന്താണിത്? എന്റെ ശമ്പളത്തിൽ നിന്ന് പോകുന്നില്ലല്ലോ. 13 വർഷമായി, നമുക്ക് അങ്ങനെ ചുമ്മാ വിടാൻ പറ്റില്ലല്ലോ. ശരി, മലയാളം ഇൻഡസ്ട്രി തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാത്തിലും അഭിനയിച്ചിട്ടല്ലോ. ഡിസെൻഡിങ് ഓർഡറിൽ പറയാം. ഏറ്റവും കൂടുതൽ കന്നഡ ആൻഡ് തമിഴ് ഫസ്റ്റ് ഒരേപോലെയാണ്. ദെൻ തെലുഗു, ദെൻ മലയാളം. അതായത് ഏറ്റവും കൂടുതൽ കന്നഡ, തമിഴ്, പിന്നെ തെലുഗു, പിന്നെ മലയാളം. എനിക്ക് കിട്ടിയതിന്റെ കാര്യങ്ങളാട്ടോ, മറ്റുള്ളവരെ പറ്റി എനിക്കറിയില്ല. എനിക്കുള്ളത് മനസ്സിലല്ലേ എന്താ കന്നഡ സിനിമയെന്ന് പിടിവിടാത്ത. കൂടെ അഭിനയിച്ചപ്പോ പ്രണയം തോന്നിയ സഹതാരങ്ങൾ ഉണ്ടായത് മലയാളം ഇൻഡസ്ട്രി, തമിഴ് ഇൻഡസ്ട്രി, തെലുങ്ക്, കന്നഡ, ഏതിലാ? പ്രേമം തോന്നിയ ആക്ടേഴ്സ് അല്ലേ? അത് ചിലപ്പോ എല്ലാത്തിലും പറയേണ്ടി വരും. ഇല്ല, എല്ലാത്തിലും ഇല്ല. പ്രണയം തോന്നിയത്, പ്രണയം തോന്നി ഞാൻ പറഞ്ഞു, ഒരു ക്രഷ് തോന്നിയിട്ടുള്ളത് മലയാളം. മലയാളത്തിലെ സുന്ദരന്മാരല്ലേ? എനിക്ക് പക്ഷെ സുന്ദരത്തിനേക്കാൾ കൂടുതൽ എനിക്ക് അവർ സംസാരിക്കുന്ന രീതികളിലാണ് ഇഷ്ടം. ഭയങ്കര മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്ന ഒരു ആൺകുട്ടിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നും, ഭയങ്കര ഇഷ്ടം തോന്നും. അല്ലാതെ വെറുതെ ഇരുന്ന് വളവളവള നടിക്കുന്ന ആൾക്കാരുടെ എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് നല്ല രീതിയിൽ ലൈഫിനെ പറ്റിയും അല്ലെങ്കിൽ കുറച്ച് മെച്ചുവേർഡായി സംസാരിക്കുന്ന ആൺകുട്ടികളോട് എനിക്ക് ചെറുതായിട്ട് ക്രഷ് തോന്നാറുണ്ട്. ഞാൻ ഭാവനയ്ക്ക് ഒരു വോയിസ് കേൾപ്പിച്ചു തരും. ആ ആളെ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം, പിന്നാലെ ചോദ്യം വരും കേട്ടോ. കേട്ടാലോ? ഹലോ ഭാവന, എനിക്ക് ഭാവന ഭക്ഷണം കഴിക്കുന്ന ചുവന്ന ബക്കറ്റ് എനിക്ക് തരൂ. ഇത് സഞ്ജു ആണോ? സഞ്ജു ശിവ കണ്ടുപിടിച്ചു. എന്താ ചുവന്ന ബക്കറ്റിന്റെ കഥ? ചുവന്ന ബക്കറ്റ് എന്നൊക്കെ അവൻ വെറുതെ ഉണ്ടാക്കി പറയാണ്. ഒരു കുഞ്ഞി ബൗൾ അത്രേ ഉള്ളൂ. കാരണം എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കേണ്ടത് എന്റെ ഒരു ശീലമാണ്. അതിപ്പോ ഞാൻ വീട്ടിലാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് 1-1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. അങ്ങനെ അപ്പൊ എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല. എനിക്ക് തലവേദന എടുക്കും വിശന്ന് തുടങ്ങി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ മിക്കപ്പോഴും സിനിമയുടെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് ബ്രേക്ക് ഉണ്ടാവില്ല. ഇവരാർക്കും വിശപ്പ് ഒന്നും അറിയുന്നുണ്ടാവില്ല. എനിക്ക് കൃത്യമായിട്ട് വിശപ്പറിയാം. എനിക്ക് 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ അപ്പോഴത്തേക്ക് എന്റെ അസിസ്റ്റൻസിന്റെ അടുത്ത് ചോദിക്കും, ഫുഡ് വന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവര് ചിലപ്പോ ബ്രേക്ക് ഒന്നും പറയാതെ ഈ ഷോട്ട് കൂടി കഴിയട്ടെ ആ ഷോട്ട് കൂടി കഴിയട്ടെ ചിലപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാനപ്പോ എന്താ വെച്ചാൽ എന്റെ അസിസ്റ്റന്റ് അടുത്ത് പറഞ്ഞിട്ട് എന്റെ ഫുഡ് ഞാൻ എന്റെ ഒരു റെഡ് കളർ ഒരു ബൗളുണ്ട് അതിനകത്ത് കൊണ്ടുവരും. ബക്കറ്റുള്ള ഒരു ചെറിയ ബൗളാണ്, അതിനകത്ത് ഞാനിരുന്ന് കഴിച്ചോണ്ടേയിരിക്കും. ഇത് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇത് അറിയാം. ഞാൻ ഈ ബൗളും കൊണ്ട് വരുമ്പോ എല്ലാവരും വന്നല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെയാണ് സജ്ജു പറയുന്നത്. അത് അതിനകത്ത് ഞാൻ എന്റെ കാര്യങ്ങൾ അപ്പം നടക്കട്ടെ ഞാൻ. കാരണം ഇവര് ചിലപ്പോൾ 3 മണിക്കായിരിക്കും ബ്രേക്ക് പറയാം. അതുവരെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഞാൻ തലകറങ്ങി വീഴും. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കി ഫുഡ് കഴിക്കും. ശരി, ഒരു ചോദ്യം ഉണ്ട് കേട്ടോ സഞ്ജുവിന്. ഹായ് ഭാവന, ഞാൻ സഞ്ജു ശിവറാമാണ്. ഭാവന, എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഭാവനയുടെ ഡയറ്റിനെ പറ്റിയിട്ടാണ്. ഈ ഭാവനയുടെ ഡയറ്റ് എന്ന് പറഞ്ഞാല് അത് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ നമ്മുടെ ടെലിബ്രാൻഡ്സിലൊക്കെ പറയുന്ന പോലെ ഭാവനയുടെ ഡയറ്റ് ഫോളോ ചെയ്തതിനു ശേഷം കഴിഞ്ഞ 1 മാസമായിട്ട് 5 കിലോയാണ് കുറഞ്ഞത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഡയറ്റ് എന്ന് നാട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? നല്ല കേച്ചാണ് ഡയറ്റ് എന്നൊക്കെ പറയും, എന്നിട്ട് നല്ല കാച്ചാണ്. 4 മസാല ദോശ, പിന്നെ അത് കഴിയുമ്പോ ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തിന്നുന്ന ഒരു ചെറിയൊരു ഭക്ഷണം തീർക്കുന്ന ഒരു യന്ത്രമാണ് ഭാവന. ഇത്രയും പബ്ലിക്കായി അവൻ എന്നെ നാറ്റിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആക്ച്വലി യെസ്, ആൾക്കാരെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എനിക്കറിയാം. പിന്നെ ഇതൊക്കെ അവര് പറയും, പക്ഷെ അവര് ഭയങ്കര ഡയറ്റ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഡയറ്റ് നോക്കുന്നുണ്ട്, അത്യാവശ്യം ശരിയാണ്. പക്ഷെ ഞാൻ തിന്നാൻ എനിക്ക് തോന്നുന്നത് തിന്നാറുണ്ട്. എനിക്ക് ഇന്ന് ബിരിയാണി തിന്നാൻ തോന്നിയാൽ ഞാൻ തിന്നിരിക്കും. ഇന്ന് ബർഗർ തിന്നാൻ തോന്നിയാൽ തിന്നിരിക്കും. ഇന്ന് ചോക്ലേറ്റ് കഴിക്കാൻ തോന്നിയാൽ കഴിക്കും. ചോക്കോബാർ കഴിക്കാൻ തോന്നിയാൽ കഴിക്കും. വട കഴിക്കാൻ തോന്നി ഞാൻ കഴിക്കാൻ തോന്നിയ അപ്പം കഴിക്കുന്ന ഒരാൾ. അല്ലാതെ എനിക്ക് അയ്യോ ഞാൻ ഡയറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അടക്കി പിടിച്ച് വെക്കാൻ എനിക്ക് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഹലോ നമസ്തേയിൽ ഒരു സീൻ ഉണ്ട്. ഞാൻ വെറുതെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ചിപ്സ് കഴിക്കാൻ തോന്നി. ഞാൻ എന്തിനാ വെറുതെ ഇരുന്ന് ടി വി കാണുന്നത്, ചിപ്സ് തിന്നുകൊണ്ട് ടി വി കണ്ടാ പോരെ. അവരപ്പം തന്നെ എനിക്ക് ചിപ്സ് കൊണ്ടുവന്നത് ഞാൻ അവിടെ ഇരുന്ന് തിന്ന് ഒരു ഫുൾ ബൗൾ നിറയെ ചിപ്സ് കഴിച്ചു. അപ്പൊ അതുകൊണ്ട് സഞ്ജു പറയുന്നത് ശരിയാണ്. ഞാൻ നന്നായിട്ട് ഇപ്പൊ എല്ലാ ദിവസവും രാത്രി അവിടെ എനിക്ക് 6 മണി 6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കുമ്പോ ഞാൻ കഴിക്കുന്നത് ചിലപ്പോൾ ഗീ റോസ്റ്റും മസാല ദോശയായിരിക്കും. അതെ. അപ്പൊ സഞ്ജു വിനയൊക്കെ എന്നോട് ചോദിക്കും, ഇതാണോ നിന്റെ ഡയറ്റ്, ഇതാണോ നീ ഭയങ്കര മാറ്റം. അതുപോലെ കേക്ക് ഉണ്ടാക്കലും അറിയാലോ. ഹലോ നമസ്തയുടെ ലൊക്കേഷനിൽ ഒരു 10 കേക്കിലും ഞങ്ങൾ മുറിച്ചിട്ടുണ്ട്. 10 കേക്കിലും മേജർ പോർഷൻ ഞാനും മീയൊക്കെ തന്നെ തിന്നുണ്ടാവും. അപ്പൊ കുറച്ച് സഞ്ജു പറയുന്നത് ശരിയാണ്, ഫുഡ് തീർത്തോണ്ടിരിക്കുന്ന അങ്ങനെയല്ല, വണ്ണൊക്കെ വെക്കും. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കാരണം ഞാൻ എങ്ങനെ കഴിക്കാതിരിക്കുക. നമുക്ക് കഴിക്കാൻ തോന്നിയാൽ കഴിക്കണം. നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ച് ഇനിയപ്പ കഴിക്കാൻ കുറെ വയസ്സായിട്ട് ഇനി കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ കഴിക്കാൻ തോന്നിയാൽ ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് എന്തോ കുറയ്ക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതെ, കേക്കുണ്ടല്ലോ, ഭാവനനെ പോലെ മെലിഞ്ഞ സുന്ദരിയാവാൻ നിർത്തിയിട്ട് ഊണ് ഉറക്കൊക്കെ ഉപേക്ഷിച്ചവര് പ്രത്യേകം കേൾക്കുക. ഇതൊക്കെ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് നടക്കണതാ. അയ്യോ
ഇപ്പൊ ഏറ്റവും കൂടുതൽ മലയാളം കഴിഞ്ഞ പിന്നെ കന്നഡയല്ലേ അഭിനയിക്കണേ? ഏതാ അപ്പൊ ഏറ്റവും കൂടുതൽ മലയാളം കഴിഞ്ഞ ഏറ്റവും ഫ്ലുവന്റ് ആയിട്ടുള്ള ഭാഷ ഏതാ? മലയാളം കഴിഞ്ഞാൽ മേ ബി മലയാളത്തെക്കാൾ എനിക്ക് ഫ്ലുവന്റ് ആയിട്ടുള്ള ഭാഷ തമിഴാണ്. സീരിയസ്ലി? എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയാം, സംസാരിക്കാനും അറിയാം. ചില കറക്റ്റ് നല്ല മലയാളം വാക്കുകൾ ഞാൻ തപ്പിപ്പോവും ചിലപ്പോൾ. സാധാരണ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്കില്ല. പെട്ടെന്നൊരു സ്റ്റേജിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു റൈറ്റ് മലയാളം വാക്ക് കിട്ടില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന വാക്കുകൾ പബ്ലിക്കായിട്ട് എങ്ങനെയാ ഉപയോഗിക്കാന്ന്. പക്ഷെ എനിക്ക് തമിഴാണെങ്കിൽ ഓക്കെയാണ് എനിക്ക്. ശരി, മലയാളം തമിഴും വിടൂ. തെലുങ്കാണോ കന്നഡയാണോ കുറച്ചുകൂടി ഫ്ലുവന്റ് ആയത്? തെലുങ്കും കന്നഡ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചിലപ്പോ എനിക്ക് തെലുങ്കായിരിക്കും. തെലുങ്കാണോ? ചിലപ്പോ. ഓക്കെ, ഉറപ്പാണ്? കുറച്ച് അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു 3 ഡയലോഗ് പറയാന്ന് പറയരുത്. ഇല്ലില്ല, വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ. നമ്മളൊരു വാലന്റൈനെ വിളിക്കാണ്. ഓക്കെ, പ്രണയിക്കുന്ന ഒരാളെ വിളിക്കണം. സാധാരണ അതിൽ നമ്മൾ ടീനേജ് പ്രായത്തിലൊക്കെ വിളിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കണേ എന്തെടുക്കായിരുന്നു, എന്നെ ഓർത്തോ എന്നൊക്കെ ചോദിക്കില്ലേ? അതൊക്കെ തെലുങ്കിൽ എങ്ങനെയാ പറയാ? അയ്യോ, എന്തെടുക്കായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, നിന്നെയും ചെയ്സുണ്ടായിരിക്കും ചിലപ്പോ. അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊന്നും ഞാൻ ആരോടും തെലുങ്കിൽ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. ഏത് ഭാഷയിൽ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാൻ വന്നിട്ടില്ല? എന്നാ റൊമാൻസ് വരുമ്പോ ഞാൻ കൂടുതലും തമിഴും അല്ലെങ്കിൽ ചിലപ്പോ ഇംഗ്ലീഷൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു വലിയ ഗുണവും കൂടി അതാണ്. നമുക്കൊരു ചമ്മൽ വരില്ല. സത്യം, എനിക്ക് മലയാളത്തിൽ പ്രേമം വരുമ്പോ ഇത്തിരി ചമ്മലാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാനൊക്കെ എനിക്ക് അയ്യോ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും സിനിമയിലൊക്കെ പറയേണ്ടി വന്നാൽ തന്നെ എനിക്ക് വൻ ചമ്മലാണ്. ഭാവനയ്ക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ ഇവിടെ മലയാളത്തില്? ഞാനായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. വേറെ ഭാഷകളിലോ? ആക്ച്വലി തമിഴിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അസോസിയേഷൻ ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒരു സമയത്ത് കുറച്ച് പേര് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു ഞങ്ങൾ അസോസിയേഷൻ തുടങ്ങട്ടെ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇത് എന്നെ നാട്ടിക്കരുത്. കാരണം ഒരു ഹീറോന് തുടങ്ങാൻ ഫാൻ അസോസിയേഷൻ പറഞ്ഞാൽ അതിനൊരു രസമുണ്ട് കേൾക്കാൻ. ഞാൻ എനിക്കൊന്നും തുടങ്ങരുത് പ്ലീസ്. എന്നെ ഇഷ്ടമാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാൽ മതി, അത് തന്നെ വലിയ സന്തോഷം. എനിക്ക് വേണ്ടി ഒരു ബാനർ വെക്കുന്നു അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തമിഴിലൊക്കെ ഒരുപാട് പേരുകൾ കൊടുക്കുമല്ലേ ഈ സ്റ്റാർസിന്? തലാജിത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ ഭാവനയ്ക്ക് പേരുണ്ടായിരുന്നില്ലേ? എനിക്ക് അന്ന് പേരുണ്ടായിരുന്നു. എനിക്ക് അന്ന് നവരസ നായകി എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പേരൊക്കെ ആയിരുന്നു. കണ്ണഴകി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണോ എനിക്ക് ഓർമ്മയുണ്ട്. ജൂനിയർ തൃഷ എന്നൊക്കെ വിളിച്ചില്ലേ? തൃഷയുടെ അനിയത്തിയാണോ അതൊക്കെ വിളിച്ചത് അല്ലേ? അല്ലാതെ എന്താ നവരസ നായിക. ബാക്കി ഇൻഡസ്ട്രിയിലോ എപ്പോഴെങ്കിലും ഫാൻസിന്റെ അടുത്ത് നിന്ന് വിയേർഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ മലയാളത്തിലെ പോലെയല്ല, ബാക്കി ഇൻഡസ്ട്രിയിലെ ഫാൻസ് കുറച്ചുകൂടി ഇമോഷണലി അറ്റാച്ച്ഡും കൂടി ആയിരിക്കും. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ഷൂട്ടിങ്ങിന് പോയപ്പോ ഒരു കന്നഡ മൂവി ഒരു പയ്യൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഡം എനിക്ക് എന്നെ വിശ്വസിക്കോ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കോ എന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു സെലിബ്രിറ്റിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഭാവനയുടെ കൂടെ എടുക്കുള്ളൂ എന്ന് ഞാൻ ശപഥം എടുത്തിട്ടുള്ള ആളാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് എന്റെ റിലീസ് ആയിട്ടുള്ള എല്ലാ കന്നഡ പടത്തിന്റെയും ടിക്കറ്റ്സ് അയാൾ എടുത്തു വെച്ചിരിക്കുന്നു കയ്യിൽ. ടിക്കറ്റ് അയാൾ എന്റെ അടുത്ത് പറഞ്ഞ എല്ലാ ഷോയും ഞാൻ ഫസ്റ്റ് ഡേ കാണാറുണ്ട്. എന്നിട്ട് എല്ലാത്തിന്റെയും ഞാൻ അഭിനയിച്ച കന്നഡ പടത്തിന്റെ എല്ലാത്തിന്റെയും ടിക്കറ്റ് അയാൾ പേഴ്സിൽ വെച്ചിരിക്കുന്നു, എന്റെ ഫോട്ടോയും കൂടെ വെച്ചിരിക്കുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം അയാൾക്ക് എന്നെ ഒരു പരിചയവും ഇല്ല, ജസ്റ്റ് സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷം. കാരണം അയാൾക്കറിയാം എന്റെ അടുത്ത് നിന്ന് അയാൾക്ക് ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്നിട്ട് പോലെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വളരെ 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 സന്തോഷമാണ്. 5 വാക്കുകൾ ഞാൻ പറയും. ആ 5 വാക്കുകൾ കേൾക്കുമ്പോൾ ആദ്യം ഭാവനയുടെ മനസ്സിൽ എന്താ വരുന്നത് അതങ്ങോട്ട് പറയാം, അത്രേ ഉള്ളൂ. മേക്കപ്പ്, ലിപ്സ്റ്റിക്, തൊഴുത്തിൽ കുത്ത്. തൊഴുത്തിൽ കുത്ത്? തൊഴുത്തിൽ കുത്തോ? പാരവെപ്പിന്റെ പുതിയൊരു വാക്ക് ഞാൻ അന്വേഷിച്ചിട്ട് അതേ കിട്ടിയുള്ളൂ. തൊഴുത്തിൽ കുത്ത്. ഓക്കെ. സിനിമ ഇൻഡസ്ട്രി. ക്രേസി ഡ്രൈവിംഗ്. പൃഥ്വിരാജ്. സീരിയസ്ലി? അങ്ങനെ ആണ് പൊതുവെ. കാറ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ താല്പര്യമുള്ള ഒരാളാണ്. ആണോ? നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്ക് അറ്റാക്ക് വരുമോ? കുറച്ച് സ്പീഡ് ഇഷ്ടമല്ലെങ്കിൽ. ശരി. പ്രണയം എന്ന് പറയുമ്പോ? പ്രണയം എന്ന് പറയുമ്പോൾ എന്റെ പ്രണയം. പ്രണയം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഓഫ്കോഴ്സ് എന്റെ പ്രണയമായിരിക്കും. അപ്പൊ ഒരാളുടെ മുഖം കൂടി ഓർമ്മ വരുന്നുണ്ട്. അതെ. എന്നോട് പറയില്ലല്ലോ? ഇല്ല, ഒരിക്കലും പറയില്ലല്ലോ. ഒരിക്കലല്ല, പറയും. പറയും എപ്പോഴെങ്കിലും ഞാൻ പറയുമ്പോ പറയും. എത്ര നാളെടുക്കും? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എക്സാക്ട് നാളില്ല, പക്ഷെ ഉണ്ടാവും. ശരി. പോസ്റ്റ് ആക്കുക എന്ന് കേൾക്കുമ്പോ? പോസ്റ്റ് ആക്കുക എന്ന് കേൾക്കുമ്പോ ചില ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ആക്കുന്ന ആള് ചില ലൊക്കേഷനുകളിൽ കിട്ടാറുണ്ട്. ഇന്ന് രാവിലെ ഷൂട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവരും. ചിലപ്പോൾ എടുക്കുന്നത് വൈകുന്നേരം 6 മണിക്കായിരിക്കും. അപ്പൊ അതുവരെ പോസ്റ്റാണ്. പോസ്റ്റ് വെച്ചാൽ കട്ട പോസ്റ്റ്. അപ്പൊ ലൊക്കേഷൻസ് സ്ഥിരമായിട്ട് പോസ്റ്റ് ആക്കുന്ന ഏതെങ്കിലും നായകനോ നായികയോ ഒക്കെ ഉണ്ടോ? സ്ഥിരമായിട്ട് ഇല്ല. സ്ഥിരമായിട്ട് അങ്ങനെ ആരും ഇല്ല. ഓ, പുള്ളിയാണോ? എന്നാ പിന്നെ നോക്കണ്ട എന്ന് നമ്മൾ പറയില്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നു അത്യാവശ്യം പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് എല്ലാം മലയാളത്തിൽ. ഞാൻ അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് അധികം പുറത്ത് കണ്ടിട്ടില്ല. എല്ലാരെയും കുറിച്ച് നല്ലത് മാത്രമേ ഭാവനയ്ക്ക് പറയാനുള്ളൂ. നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്ന് വെച്ചാൽ സമയമുണ്ട്, സ്പോട്ട്ലൈറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു സാഫ്രോൺ കളർ ഹൈ കോളർ ടോപ്പും ഒരു ബ്ലാക്ക് പാൻസും ഒരു ബേജ് കളർ ഷൂസും ഒക്കെ നല്ല സ്റ്റൈലായിട്ടാണ് വന്നിരിക്കണേ. മുടിയൊക്കെ കളർ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട്. ചോദിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഭാവന, ഇപ്പം ജിമ്മിൽ പോകുന്നത് എല്ലാ ആർട്ടിസ്റ്റിന്റെ ഒരു രീതിയാണ്, അവരുടെ ഒരു ഡെയിലി റുട്ടീന്റെ ഭാഗമാണ്.
ഭാവന ജിമ്മിൽ പോണ്ടാ? പോകുന്നുണ്ട്. അതാണ് ഇത്ര ഗ്ലാമർ ആയിട്ടിരിക്കുന്നത്, സ്റ്റൈൽ ആയിട്ടിരിക്കുന്നത്. സീരിയസ്ലി എല്ലാ ദിവസവും പോവോ? എല്ലാ ദിവസം ഒന്നും പോകില്ല. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ ഞാൻ വീക്ക്ലി എന്തായാലും ഒരു 4 days പോയിരിക്കും. അത് ട്രെൻഡിന്റെ ഭാഗമായിട്ടാണോ അത് ശരിക്കും എനിക്ക് ഫിറ്റ് ആവണം എന്ന് വെച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് നന്നായിട്ട് വേർക്കണം, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഞാൻ നേരത്തെ എന്റെ തീറ്റയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അത്രയും കഴിക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് അത്യാവശ്യം അത് സ്വെറ്റ് ഔട്ട് ചെയ്ത് പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. എത്ര വെയിറ്റ്? ഒരു 55-56 ഇങ്ങനെ മാറി മാറി നിൽക്കും. ഹൈറ്റോ? 5.5.5 മേ ബി 5 to 6. 5.5 5.6 എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 5.5 എന്ന് പിടിക്കാം. ഈ ഹൈറ്റ് കാരണം നായകന്മാരെ കിട്ടാൻ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ? ചില നായകന്മാരുടെ അടുത്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ചെറുതായിട്ടുള്ള സ്റ്റൂൾ ഇട്ട് കൊടുക്കൽ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള നായകന്മാരുണ്ട്. അത്യാവശ്യം നമുക്ക് സൗന്ദര്യം കൂടിയോണ്ടാണോ ഹൈറ്റ് കൂടിയോണ്ടാണോ സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ സിനിമകൾ ഹൈറ്റ് കൂടിയതുകൊണ്ടും സൗന്ദര്യം കൂടിയതുകൊണ്ടൊന്നും സിനിമകൾ നഷ്ടപ്പെട്ടിട്ടില്ല. വേറെ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവായിരിക്കും. അത് ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല. നല്ലൊരു പടം ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക, അത് പോയി കാണുക. അതെ, അത്രേ ഉള്ളൂ. ഹലോ നമസ്തേ പോയി കാണുക. ശരി, ഭാവനയുടെ അത്രയും എത്താത്ത മലയാളത്തിലെ നായകന്മാരൊക്കെയാ ഹൈറ്റിന്റെ കാര്യത്തില്? എന്റെ അത്രയും എത്താത്ത നായകന്മാർ ഇല്ല, എല്ലാവരും ഏകദേശമൊക്കെ എന്റെ അടുത്ത് എത്തുന്നതാണ്. ഇപ്പൊ ചാക്കോച്ചൻ പിന്നെ നിവിൻ ഒക്കെ ആണെങ്കിലും ഏകദേശം എന്നെക്കാളൊക്കെ കുറച്ചും കൂടി. പൊതുവെ പെൺകുട്ടികൾക്ക് ഹൈറ്റ് തോന്നിക്കുന്നു പറയാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടും കൂടി ആയതുകൊണ്ട് ഒന്ന് തോന്നിക്കുന്നുള്ളൂ. പക്ഷെ എന്നെക്കാൾ അങ്ങനെ തീരെ ചെറുതായിട്ടുള്ള ഒരു ആക്ടറിനെ ഞാൻ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, എല്ലാവരും എത്തി വലിഞ്ഞ് എങ്ങനെയൊക്കെ. അതെ, വലിയ കുഴപ്പമില്ല. ഭാവന, ഞാനൊരു ടാസ്ക് തരാൻ പോവാ കേട്ടോ. ഭാവനയ്ക്ക് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഇല്ലേ ചില സംഭവങ്ങള്. അതുപോലെ ഒരു പ്ലാവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന്റെ എന്തൊക്കെ സാധനങ്ങൾ എന്തിനൊക്കെ എടുക്കാൻ പറ്റും, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എന്റെ വീട്ടില് പ്ലാവുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും. ചക്ക വറക്കാം, ചക്ക തോരൻ വെക്കാം, ചക്ക അവിയൽ വെക്കാം, പിന്നെ ചക്കയുടെ മറ്റേ എന്താണ് പറയാ, ചകിണി കൊണ്ട് അച്ചാറുണ്ടാക്കാം, പിന്നെ ചക്ക വരട്ടി ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം, ചക്ക പുഴുക്ക് ഉണ്ടാക്കാം. പക്ഷെ ആക്ച്വലി ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, ഒരു പ്ലാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മള് പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് എന്റെ വീട്ടില് പ്ലാവ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ സേഫാ. പ്ലാവേല എന്തിനൊക്കെ ഉപയോഗിക്കും? പ്ലാവേല കഞ്ഞി കുടിക്കാൻ, പിന്നെ ആടിന് കൊടുക്കാം. ആടിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിന്റെ മടലും സാധനമൊക്കെ എന്ത് ചെയ്യും? അപ്പൊ മടലൊക്കെ പശുവിനും ഒക്കെ കൊടുക്കാലോ. വെരി ഗുഡ്. ചകിണി വെച്ച് വറക്കണ കാര്യം അറിയോ? ചകിണി വെച്ച് മിച്ചർ ഉണ്ടാക്കാം. കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സ്റ്റോറിൽ നിന്ന് എനിക്കിത് കിട്ടിയിട്ട് എന്റെ അമ്മ ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണ്ടായിരുന്നു അവിടെ. അതിന്റെ കുരു വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും? ചക്കക്കുരു വെച്ചിട്ട് പിന്നെ ചക്കക്കുരു തോരൻ ഉണ്ടാക്കാം, ചക്കക്കുരു പിന്നെ വെച്ചിട്ട് മറ്റേ ഇതുണ്ടാക്കാം, എന്താ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം ചക്കക്കുരു വെച്ചിട്ട്. അതിന്റെ കുരുവിന്റെ പുറത്തെ തൊലിയോ? ചക്കക്കുരുവിന്റെ തൊലി എന്തിനാണ്? അത് വറക്കും. ആണോ? അങ്ങനെ സംഗതി കൂടി ഉണ്ട്. ശരി. പ്ലാവില് പിന്നെ എന്തിനൊക്കെ ഉപയോഗിക്കാം? മറ്റേ ചീട്ട് കളിക്കുമ്പോ തൊപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നല്ല പരിചയം തോന്നുന്നു. എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ല, ഞാൻ ഈ സിനിമയിലെ കണ്ടില്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ വേറെന്താ ഉണ്ടാക്കുക? പശുവിനും ആടിനൊക്കെ കൊടുക്കില്ല. ആയുർവേദത്തിൽ കഷായത്തിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യം അറിയോ? ഓ ആണോ? വീട്ടില് പറമ്പിൽ പ്ലാവുണ്ടെന്ന് പറയില്ലേ? ചക്ക പറിക്കാൻ അറിയോ? ഇല്ല, ചക്ക പറിക്കാൻ അറിയില്ല. നമ്മള് വേറെ ആൾക്കാരെ വെച്ച് പറപ്പിക്കുക ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ വീഴും. ശരി, എന്നിട്ട് അത് വീണ സാധനത്തിൽ നിന്ന് ഈ ചക്കച്ചോള പറിച്ചെടുക്കാനൊക്കെ അറിയോ? അതൊന്നും മറ്റേ ചോളയൊക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് പറയാൻ കുഴപ്പം, നല്ല പഴുത്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറിച്ചു തരും. പക്ഷെ ചക്ക മുറിച്ച് കറക്റ്റ് എങ്ങനെ ആക്കാനൊന്നും എനിക്കറിയില്ല. കഴിക്കാൻ അടിപൊളിയാണ്, കഴിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് പടങ്ങളൊക്കെ വരട്ടെ, എല്ലാ പടവും ഹിറ്റ് ആവട്ടെ. ഇനി വരണം കേട്ടോ. വരുമ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പകുതി ആയുള്ളൂ. വരാം, തീർച്ചയായിട്ടും വരാം. ഹലോ നമസ്തേ, എല്ലാവരും പോയി കാണുക. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് ചാറ്റിംഗ് വിത്ത് യു ശാലിനി. സോ മച്ച് ഓഫ് പോസിറ്റീവ് എനർജി. താങ്ക് യു സോ